ഹായ്, നടികർ ഡയറക്റ്റഡ് ബൈ ലാൽ ജൂനിയർ. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ് ഇവരുടെയൊക്കെ ഷർട്ട്, പാൻറ്റ്, മുണ്ട്, മാല, ഷൂ, ബാക്കിയുള്ള ആക്സസറീസ്, കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെ നോക്കിയിരിക്കലായിരുന്നു എൻ്റെ ജോലി. അതൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. സൗബിൻ്റെ ഒക്കെ മുണ്ടും ഷർട്ടൊക്കെ കിടിലായിരുന്നു. നല്ല നെയിൽ പോളിഷ് ആയിരുന്നു. അതുപോലെ തന്നെ ഹെയർ കളർ അടിപൊളിയായിരുന്നു. അതൊക്കെ സൂപ്പറായിരുന്നു. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഗണപതിയുടെ ക്യാരക്ടറിൻ്റെ സ്ലാങ്, കാസർഗോഡ് സ്ലാങ് ആണ് ഉദ്ദേശിച്ചത്. അത് നല്ല ബോറായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ പല ഭാഗങ്ങളിലായിട്ടും ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ അണ്ടി, കുണ്ടി, മയിര് കോമഡികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗങ്ങളൊക്കെ തന്നെ നല്ല ബോറായിരുന്നു ഈ സിനിമയിൽ. എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും നമ്മൾ നടത്താത്ത ആൾക്കാരല്ല. ഇപ്പം ഞാനും പറയാറുണ്ട്, നിങ്ങളും പറയാറുണ്ട്. പക്ഷേ സിറ്റുവേഷൻ കൂടി ഡിമാൻഡ് ചെയ്യണ്ടേ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവുള്ളൂ. ഇത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ ഇതിങ്ങനെ പ്രയോഗിച്ച് നല്ല ബോറായിരുന്നു ഇത് കേട്ടിരിക്കാനായിട്ട്. ഇനി സിനിമയിലേക്ക് സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയാണ്. ഓക്കെ, മനസ്സിലായില്ല. അതായത് ഒരു ആക്ടറിൻ്റെ സ്റ്റോറിയാണ്, സിനിമയാണ് ഇതിൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടിക്കൽ, അതായത് ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ടൊവിനോ ആണ് ആ ഒരു റോൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. സുരേഷ് കൃഷ്ണയുടെ കോമഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം, അതായത് ഈ അനാർക്കലി, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടില്ലേ, അത് കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ റോളും അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസും അദ്ദേഹത്തിൻ്റെ മാനസങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചില സാധനങ്ങളൊക്കെ കണ്ടിരിക്കൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് ഈ സിനിമ കാണാനേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു നടൻ്റെ എവല്യൂഷൻ അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന ചില മാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്ലോട്ടായിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് വല്ലാണ്ട് കുഴപ്പമാക്കുന്ന ഒരു ചങ്ങായില്ല, അയാളൊക്കെ വന്ന് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. നല്ല ബോറായിരുന്നു. അയാൾ അഭിനയിക്കലായിരുന്നു, ഭയങ്കര അഭിനയമായിരുന്നു. അഭിനയമാണ് ഭയങ്കര ബോറായത് അയാളുടെ പേരറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, യൂട്യൂബിലൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് കുളമാക്കുന്ന ഒരു ചങ്ങായിയാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ മ്യൂസിക് സെക്ഷൻ കിടിലായിരുന്നു. യാക്സൻ ഗ്യാരി പെരേര, അതുപോലെ തന്നെ നേഹ നായർ, അവരാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചൊരു സീൻ എന്ന് പറയുന്നത്, ഈ നമ്മുടെ സുരേഷ് കൃഷ്ണ പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ഈ തുർക്കിയിലേക്ക് ഒരു ആക്ടർ പോയതിന് ശേഷം ഇയാൾ ലോകപ്രശസ്ത നടനായിട്ടുള്ള ഒരു ഇതി അമാനെ കണ്ടുമുട്ടുന്ന ഒരു സീൻ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ സീൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗത്ത് മാത്രം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിച്ചു. പിന്നെ രണ്ടാൾക്കാരെ വിട്ടുപോയത് നമ്മുടെ ചന്തു സലിംകുമാറിന് ചെറിയൊരു റോളാണ്. ഇൻ്റർവെല്ലിന് ശേഷം സിനിമ തീരാനാകുന്ന സമയത്താണ് വരുന്നത്. അത് കുറച്ച് ആശ്വാസമായിരുന്നു ആ ഒരു റോള്. അതുപോലെ തന്നെ നമ്മുടെ അനൂപ് മേനോൻ, സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണല്ലോ അനൂപ് മേനോൻ. അദ്ദേഹം സിനിമയ്ക്കുള്ളിലെ സിനിമയിൽ തന്നെ നല്ല ബോറായിട്ടാണ് അഭിനയിച്ചത്. ഭയങ്കര അസഹനീയമായിരുന്നു, വേറൊന്നും പറയാനില്ല. പിന്നെ ചെറിയ റോളിൽ പല ആൾക്കാരും വന്നു പോകുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് ജയരാജേട്ടനൊക്കെ വന്നു പോകുന്നുണ്ട് ചെറിയ റോളിലൊക്കെ. അതൊക്കെ പിന്നെ അത്രയേ ഉള്ളൂ, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളൊന്നും അല്ല. എനിക്ക് സൗബിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അതന്നെ ഒരു സീനിൽ ഇയാൾ ഇട്ട് വരുന്ന ഒരു ഷർട്ട് നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് കാക്ക പറന്ന് പോകുന്ന ഷർട്ട്, അതുപോലെ തന്നെ ഒരു മുണ്ട്, പിന്നെ ഒരു സീനിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ള മാല നല്ല രസമായിരുന്നു. ഒരു ഇവരൊക്കെ കോളേജിലേക്ക് പോകുന്നൊരു സീനുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ വന്നിട്ടുള്ള ചില വണ്ടികൾ, കാറും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളല്ലാതെ ഇങ്ങനെ വലിയ രസമായിട്ടൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കണ്ടു തീർക്കാനായിട്ട്. അല്ലെങ്കിൽ അഭിനയം പഠിക്കാനോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം. ഈ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയില്ലേ, അതിൽ നമ്മുടെ ഷാൻ റഹ്മാൻ അവതരിപ്പിച്ച ഒരു നടനില്ലേ, പഴയകാല നടനില്ലേ, ഒരു നടി ഇങ്ങനെ കുത്തുന്ന, ആ നടൻ്റെ സ്പിൻ ഓഫ്, അതായത് ആ നടൻ്റെ മാത്രം കഥ ഒരു സിനിമയൊക്കെയാൽ എങ്ങനെ ഉണ്ടാകും, 2024 സിനിമയൊക്കെ എങ്ങനെ ഉണ്ടാകും, ഏകദേശം അതുപോലെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഭാവനയുടെ റോളും അങ്ങനെ വലിയ അടിപൊളിയായിട്ടുള്ള റോളൊന്നും അല്ല, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു നടിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതും കൊള്ളാം, വലിയ കുഴപ്പമില്ല. പിന്നെ വേറെ ആരാണ് പറയാനുള്ളത് ഈ സിനിമയിൽ? സിനിമയുടെ കളർ ഗ്രേഡിങ്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, അതൊക്കെ നന്നായിരുന്നു. പിന്നെ ലാൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ, നമ്മുടെ താടി വെച്ച ലാലില്ല, അതായത് ലാൽ സീനിയർ, അദ്ദേഹവും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മേജർ റിവ്യൂലെല്ലാം വന്നു പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ നമ്മൾ തപ്പിപ്പെറുക്കി പറയേണ്ടി വരും. അല്ലാതെ എനിക്കങ്ങനെ വലിയ രസമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഒരു സിനിമ അങ്ങനെ കണ്ടിരിക്കാം, വേറൊന്നും പറയാനില്ല. പക്ഷേ ഈ സിനിമയിൽ ടൊവിനോ, അതായത് നമ്മുടെ ഡേവിഡ് പടിക്കലിൻ്റെ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇവർ പറഞ്ഞൊരു പരാമർശമുണ്ട്. അതായത് ആ സിനിമയുടെ ടീസർ അടിപൊളിയായിരുന്നു, പക്ഷേ സിനിമയെല്ലാം ഫ്ലോപ്പായി പോയിരുന്നു. ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ സിനിമയുടെ ടീസർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരാളെ ഞാൻ പറയാൻ വിട്ടുപോയി, ധ്യാൻ ശ്രീനിവാസൻ, അയാളൊരു ഡയറക്ടറായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ധ്യാൻ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ വേറെന്താ, അപ്പം നമുക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് തിരഞ്ഞെടുക്കുന്നതിനെക്കാട്ടിലും മുമ്പ് ഈ സിനിമ ഒരു 2.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന് കണ്ടിട്ട് കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല കിടിലൻ ഷൂസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേറെ നല്ല കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സിനിമ. നല്ല കോസ്റ്റ്യൂമർ, ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആരാണോ കൈകാര്യം ചെയ്തത് അവർക്കൊരു വലിയ ക്ലാപ്പ്. നല്ല കിടിലമായിട്ടുള്ള
കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിക്കോ, വജ്രഗന്ധിയുടെ പരസ്യം, പിന്നെ മറ്റേ 28 വയസ്സുള്ള സുനിത, അവരൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ശരി, അടുത്ത റിവ്യൂവിൽ കാണാം.